വിഷുവിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ രാവിലെ അമ്മ എണീപ്പിച്ചു, ഞങ്ങളെ കണിയൊക്കെ കാണിച്ചു കേട്ടോ. അപ്പോൾ വേദു എണീറ്റ് വന്നു, കണി കണ്ടു, പ്രാർത്ഥിച്ചു. തലേ ദിവസം ഞങ്ങൾ എല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കണിയൊക്കെ റെഡിയാക്കി വെച്ചു. ഇപ്പോൾ ഒരു 5 മണി ആ നേരത്തൊക്കെയാണ് കേട്ടോ ഞങ്ങൾ കണി കണ്ടത്. അപ്പൂട്ടനും അതുപോലെ തന്നെ ജെല്ലിനും സിനിമ ഒക്കെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു ദുരന്തർ. അപ്പോൾ അവർ 3 മണിക്കൊക്കെയാണ് എത്തിയത്. പിന്നെ ഇതാ ഇവരുടെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്ത് തന്നെ ഇതാ കുറേ ഫ്ലാറ്റുകൾ വരുന്നുണ്ട് കേട്ടോ. അതിൻ്റെ പണിയെടുക്കുകയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, നല്ല ഇടിയപ്പം ഇഷ്ടമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങളൊക്കെ റെഡി ആയിട്ടോ, ഒരു ഫോട്ടോഷൂട്ട് പോലെ നടത്താമെന്ന് വിചാരിച്ചു. എല്ലാവരും കൂടിയിട്ട് ഉള്ള വിഷു ആണല്ലോ, അപ്പോൾ എന്നാൽ ഫോട്ടോഷൂട്ടൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിഞ്ഞു, ഫോട്ടോസൊക്കെ എടുത്തു. ഇവർ ഓരോരുത്തർ ഓരോ പണിയിലായി ഏർപ്പെടുന്നു. ഞങ്ങൾ TV കാണുന്നു, മൊബൈൽ കാണുന്നു, കുട്ടികൾ അവിടെ കളിക്കുന്നു. പിന്നെ ഉച്ചയ്ക്കായി ഇവർ പടക്കമൊക്കെ വാങ്ങാൻ പോയിട്ട് വേദുവിൻ്റെ പടക്കം വേണമെന്ന് ഒരൊറ്റ വാശിയായിരുന്നേ. അമ്മ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഫുൾ സദ്യ ഞങ്ങളവിടെ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ഇലയൊക്കെ വെച്ച് എല്ലാവരും കൂടി നിലത്തിരുന്ന് ഫുഡ് കഴിച്ചിട്ടോ. നല്ല സൂപ്പർ സദ്യയായിരുന്നു കേട്ടോ. ഈ പഴമാങ്ങ കൂട്ടാൻ എന്ന് പറഞ്ഞ സാധനം എനിക്ക് തീരെ ഇഷ്ടമുണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ എനിക്കതെൻ്റെ ജീവനാണ് ഗൈസ്. അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. നല്ല പാലട പായസമൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ ഇതാ വേദു ബേബിയും ശിവിയൊക്കെ കൂടിയിട്ട്, ശിവയുടെ ഫ്രണ്ട്സാണ് അതൊക്കെ, കളിക്കാൻ ഇറങ്ങിയിട്ടോ. ഡെയിലി ഇവർ ഇവിടെ കളിക്കാൻ ഇറങ്ങുന്ന സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ വേദുവും ബേബിയൊക്കെ ഇറങ്ങി. അവൾക്ക് സൈക്കിളുണ്ട് ശിവയ്ക്ക്. അപ്പോൾ ആ വേദു ഇന്നേ വരെ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇനി നാട്ടിൽ ചെന്നിട്ട് വേണം അവനൊരു സൈക്കിൾ വാങ്ങിക്കൊടുക്കുക. അപ്പോഴേക്ക് ഇവിടുന്ന് പോണതിൻ്റെ മുന്നേ അവനെ സൈക്കിളൊന്ന് ബാലൻസ് ആക്കി കൊടുക്കണം. അപ്പോൾ അവനെ കുറച്ച് ശ്രമിച്ചുണ്ട് കേട്ടോ. ആദ്യത്തെ ദിവസമല്ല, അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ ശരിയാവും. എല്ലാം അങ്ങനെയാണല്ലോ, പെട്ടെന്ന് പഠിക്കില്ലല്ലോ. അപ്പോൾ അവനിത് അങ്ങനെ ഇവിടെ ഫുള്ള് കുട്ടികൾ തല്ലൂട്ടൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരമായി, ഒരു ഇരുട്ടായിട്ടോ, 7 മണിയൊക്കെ ആയപ്പോൾ പടക്കം പൊട്ടിക്കാൻ പോയിട്ടോ. പടക്കത്തിൻ്റെ ആശാനായിരുന്നു വേദു. ഇതങ്ങോട്ട് കണ്ടപ്പോൾ പേടിയാണ് പറഞ്ഞിട്ട് മാറി നിന്നതാ വേദു. ബാക്കി എല്ലാവരും നല്ല എൻജോയ് ചെയ്തു, അവൻ മാത്രം മാറി നിൽക്കുമായിരുന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും ഇത് ഇതാക്കുമ്പോഴും അവനെ കുത്തിരി കമ്പിത്തിരി ഒന്നും വേണ്ട, അവൻ മാറി നിൽക്കരുന്നു കേട്ടോ. അവനെ വലിയ പടക്കം വേണത്രേ, ഇതൊന്നും വേണ്ട, ഇതൊക്കെ കുഞ്ഞതാണത്രേ. ഇവൻ വാശി പിടിച്ച് കരഞ്ഞിട്ടാണ് അപ്പൂട്ടൻ പോയിട്ട് പടക്കൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ. എന്നിട്ട് ഇവരതൊന്നും വേണ്ട. എന്നിട്ട് കുറച്ച് നേരം ഞങ്ങളതൊക്കെ കത്തിച്ചിട്ട് പിന്നെ മേലേക്ക് കയറി കേട്ടോ. വിഷു എന്ന് പറഞ്ഞാൽ ശരിക്കും നാട്ടിലാണെങ്കിൽ നമുക്ക് പിന്നെ കുറേ പടക്ക പൊട്ടിക്കൽ ഇതൊക്കെ ഫ്ലാറ്റല്ലേ, ഫ്ലാറ്റിൻ്റെ ഭാഗമല്ലേ. എന്നാലും ഞങ്ങൾ താഴത്ത് ഇറങ്ങിയിട്ടാണ് കേട്ടോ പൊട്ടിച്ചത്. അതിൻ്റെ കൂടെ കുറച്ച് പറമ്പിലെ പുല്ലും കത്തി നശിച്ചിക്കലുണ്ടായിട്ടോ. പൊട്ടെന്ന് എറിഞ്ഞപ്പോൾ അങ്ങോട്ട് ആയി കേട്ടോ. പിന്നെ വെള്ളം ഒഴിച്ചിട്ട് ശരിയാക്കി, ഉണങ്ങി കരിഞ്ഞ പുല്ലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ അടുത്തുള്ള കുട്ടികൾ, അവിടെ ഫ്ലാറ്റിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ഇത് കണ്ടിപ്പോൾ ഇറങ്ങി വന്നു കേട്ടോ. പക്ഷെ അവർ കൂടിയൊന്നുമില്ല നമ്മുടെ കൂടെ, കാരണം അവരുടെ പാരൻസിന് സമ്മതമാണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങളും അങ്ങനെ ഇതായില്ല. പിന്നെ അങ്ങനെ കൊല്ലത്തെ വിഷു ഞങ്ങൾ ബാംഗ്ലൂരിൽ ആഘോഷിച്ചു ഗൈസ്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ ആത്തൂരായിരുന്നു, അപ്പോൾ വിഷു ഒന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾക്ക്. ഇക്കൊല്ലം എന്തായാലും വിഷു ആഘോഷിക്കാൻ പറ്റി. അപ്പോൾ ഞങ്ങളുടെ വിഷു വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.